ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികാമ്മ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അന്ന് അനാർക്കലിയും അതുപോലെ തന്നെ രഞ്ജുവും തമ്മിലുള്ള സംസാരം ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തതിന് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കവിളിലൊക്കെ ഇങ്ങനെ തൊടുന്നുണ്ടല്ലോ രഞ്ജുവിൻ്റെ. ആ ഒരു വീഡിയോ രാധികാമ്മ കാണിച്ചിട്ട് രഞ്ജുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ രഞ്ജുവിന് ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ രാധികാമ്മ പറയുന്നുണ്ട്, ഈ ഒരൊറ്റ വീഡിയോ മതി, നീയാണ് അനാർക്കലി ഇവിടെ കയറ്റി ഇരുത്തിയത്, ഒക്കെ ചെയ്തു കൊടുത്ത് നീയാണ് എന്ന് പറഞ്ഞിട്ട് നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയം രഞ്ജുവിന് ദേഷ്യം വന്നിട്ട്, എങ്ങനെ നിങ്ങൾ ചെയ്യുന്നു വിചാരിച്ചില്ല, എന്നാൽ പിന്നെ ഞാൻ നിങ്ങളിപ്പോൾ തന്നെ കൊല്ലാമെന്നും പറഞ്ഞിട്ട് കഴുത്തിന് പിടിച്ച് കൊല്ലാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേഖ ഓടി വരുന്നുണ്ട്, അതുപോലെ അനാർക്കലിയും പറയുന്നുണ്ട്, വേണ്ട മോളെ, ഞാൻ കാരണം നീ എങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ പിടിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ രഞ്ജു ആണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾ കാരണമല്ല ഇങ്ങനെ പറ്റിയതെന്ന് അനാർക്കലി അടുത്ത് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ അനാർക്കലി ആണെങ്കിൽ, ഇനിയിപ്പോൾ ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ട, ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് വേഗം വണ്ടി കയറി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ രഞ്ജു ആണെങ്കിലും പറയുന്നുണ്ട്, ഇനി നിങ്ങളായിട്ട് എന്നെ പുറത്താക്കി നിൽക്കണ്ട, ഞാൻ തന്നെ ഇവിടുന്ന് പൊക്കോളാം, ഇനി എനിക്ക് ഇവിടുന്ന് ഒന്നും വേണ്ട, ഇനി ആരും എൻ്റെ പുറകെ വരണ്ടെന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് രഞ്ജു അവിടുന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ രേഖയാണെങ്കിലും പറയുന്നുണ്ട്, വേണ്ട മോളെ നീ നിൽക്ക്, പോകണ്ടെന്ന് പറഞ്ഞിങ്ങനെ പുറകെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മയ്ക്ക് ആശ്വാസമായി, രാധികാമ്മ ഉദ്ദേശിച്ച കാര്യം തന്നെ നടന്നല്ലോ. രാധികാമ്മ സന്തോഷത്തിൽ അകത്ത് കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രഞ്ജുവിൻ്റെ പുറകെ രേഖയുണ്ട്, പോവല്ലേന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ആ സമയം രഞ്ജു വേഗം ധ്യാനിനെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് എനിക്ക് നിന്നെ ഇപ്പം തന്നെ കാണണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ധ്യാനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ നീ വരുള്ളൂ, നീ എനിക്ക് ഇപ്പം കാണണം, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും, ഇപ്പം എനിക്ക് കാണണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ധ്യാനിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാർക്കലി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തിട്ട് വേഗം അനാർക്കലിയുടെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് പിന്നെ എന്നെ വന്ന് കാണുന്നത്? എനിക്ക് നിങ്ങളെ കാണണ്ട, നിങ്ങൾ ഒറ്റൊരാൾ കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്, എല്ലാത്തിനും കാരണം നിങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അനാർക്കലിയുടെ അടുത്ത്. അപ്പോൾ അനാർക്കലി ആണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ എന്തു ചെയ്തു എന്നാണ് പറയുന്നത്, നീ എന്തായാലും ഇതുവഴി വരുന്നത് എനിക്ക് അറിയായിരുന്നു, അവിടുന്ന് എന്തായാലും നീ ഇറങ്ങി വരുന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു ആണെങ്കിൽ പറയേണ്ടത്, എനിക്കിനി നിങ്ങളെ കാണണ്ട, ഗോവിന്ദേട്ടൻ്റെ ശത്രു ഇനി എൻ്റെയും ശത്രു ആയിരിക്കും. ഈ സമയം നമ്മുടെ അനാർക്കലി പറയുന്നുണ്ട്, മോളെ ഞാൻ ഇപ്പം തന്നെ ചെമ്പകശ്ശേരിയിൽ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ രഞ്ജുന് ദേഷ്യം വരാണ് കേട്ടോ. എന്നെ ആരും കൊണ്ടുവിടണ്ട, എനിക്കറിയാം പൊക്കോളെ, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം പറഞ്ഞ് അവിടുന്ന് ദേഷ്യം വന്ന് എനിക്കിനി നിങ്ങളെ കാണണ്ടെന്നും പറഞ്ഞ് ഒരൊറ്റ പോക്ക് പോവാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് അജാസ് അവർണികയുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. അജാസിനെ കാണുമ്പോൾ മൂന്നാളും മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്തിയ ഉടനെ അജാസ് ചോദിക്കുക, എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേനും ഗോവിന്ദ് ദേഷ്യം വന്ന് കോളറിന് പിടിച്ചിട്ട്, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന ആ ഒരു പുണ്യഭൂമിയിൽ ഈ ഒരു ബോഡി ഇങ്ങനെ കൊണ്ട് കുഴിച്ചിടാൻ എങ്ങനെ ധൈര്യം വന്നു? ഇത്രയും നാൾ എൻ്റെ ഒരു വലങ്കയായി നടന്ന നിനക്ക് എൻ്റെ അടുത്ത് ഇത്രയും കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കാൻ സാധിച്ചു അല്ലേ, നീ ഒരു കള്ളനായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അജാസിൻ്റെ അടുത്ത് പെരുമാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അജാസിനാണെങ്കിൽ ഒരു തരം ശ്വാസം മുട്ടൽ പോലെയൊക്കെ ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളെ ഇക്കാന്നല്ലേ വിളിച്ചത്, ഇക്ക എന്തിനാണ് എന്നെയും ഒരു അനീതിയെ പോലെയല്ലേ കണ്ടത്, എന്തിനാണ് അനിയനോടും അനീതിയോടും ഇത്രയും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്, എല്ലാം പറയാമായിരുന്നില്ല ഇക്ക, എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അവസാനം അജാസ് പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഞാൻ അവർണികയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ആ ബോഡി എടുക്കാനായിട്ട് വന്ന് നോക്കിയപ്പോൾ ആ ബോഡി ഇവിടെ കാണാനുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആ ബോഡി കാണാനുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർണികയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെ അജാസ് എന്താ എൻ്റെ അടുത്ത് പറയാണ്ടിരുന്നത് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ അജാസ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ ഒരു ടെൻഷനും കൂടി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്, ആ ഒരു കണ്ടീഷനിൽ പറയാൻ പറ്റില്ലായിരുന്നല്ലോ, അതായിരുന്നു ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ അജാസ് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അവരാണെങ്കിലും പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ ബോഡി എവിടെ പോയി എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ വേറൊരു ട്വിസ്റ്റ് കൂടി ഇതിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോഡി ആരവിടെ കൊണ്ടുപോയിട്ടോ, അപ്പോൾ ഇതെല്ലാം അറിയുന്ന വേറൊരാളും കൂടി അതിലുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, എല്ലാം ഇനിയിപ്പോൾ പോലീസിൽ പറഞ്ഞ് എല്ലാം അവർ കണ്ടുപിടിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അവർണികയാണെങ്കിലും പറയുന്നുണ്ട്, ഞാനെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്, അജാസിനെ വെറുതെ വിടണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ
പരസ്പരം ഞാൻ കുറ്റവാളിയാവാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ഒരു കാര്യമില്ല. പോലീസ് തീരുമാനിച്ചാൽ തന്നെ അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് നമുക്ക് ഉത്തരങ്ങൾ കിട്ടാനാവോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ആ സമയം അവരിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഒരു പോലീസ് ജീപ്പ് അവിടെ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് പോലീസിനെ കണ്ടതും അജാസ് സാറ് വിളിച്ചതായിരിക്കും അല്ലേ പോലീസിനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും, അതായത് അവർണികയ്ക്കും അജാസിനും എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം, പക്ഷെ അത് ഞാൻ ചോദിച്ച് തന്നെ മനസ്സിലാക്കാൻ നിന്നതാണ്. പക്ഷേ ഈ പോലീസിന് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് ആരാന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അവിടെ രണ്ടാമത്തെ ടിസ്റ്റ്, മൊത്തം ടിസ്റ്റുകളുടെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ ഇത് പോലീസിനെ വിളിച്ചത് ഗോവിന്ദല്ല, അപ്പോൾ വേറൊരാളാണ് ആ പോലീസിനെ വിളിച്ച് അവിടെ വരുത്തിയത്. അപ്പോൾ അതാരായിരിക്കും അങ്ങനെ, അപ്പോൾ അതും അറിയാനുണ്ട്. എന്നിട്ട് പിന്നെ പോലീസ് വന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് രഞ്ജുവും അതുപോലെ തന്നെ ധ്യാനും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. എന്നിട്ട് ധ്യാനിൻ്റെ അടുത്ത് രഞ്ജു പറയുന്നുണ്ട് എനിക്ക് ഇന്ന് തന്നെ കല്യാണം കഴിക്കണം, ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ച് കയറില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ധ്യാനാണെങ്കിലും പറയുന്നുണ്ട് നീ ഇങ്ങനെ പെട്ടെന്ന് വാശി പിടിക്കില്ലേ, പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് നടക്കുക. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ കല്യാണം നടക്കരുതെന്ന് ആർക്കും ഇഷ്ടമില്ല, അത് ഒരിക്കലും നടക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിലും പറയുന്നുണ്ട് ഞാനായിരുന്നു അത് പറഞ്ഞത്, എനിക്കൊരു 2 വർഷത്തെ ഗ്യാപ്പ് വേണം, എനിക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രഞ്ജു ആണെങ്കിലും പറയുന്നുണ്ട് അത് ഗോവിന്ദേട്ടൻ ഏറ്റെടുത്തോളും, നിനക്ക് ശ്രീധനായിട്ട് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനും കൂടി നിന്നെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് രണ്ടാൾക്കും കൂടി എല്ലാ കടവും വീട്ടാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ധ്യാനാണെങ്കിൽ ഇങ്ങനെ മടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയമായിരിക്കും അനാർക്കലി വരുന്നത് കേട്ടോ. എന്നിട്ട് അനാർക്കലി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും രഞ്ജുവിന് ദേഷ്യം വരികയാണ്. നിങ്ങളെന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിങ്ങളെ കാണണ്ടെന്ന്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാർക്കലി ചോദിക്കും ഇതാരാന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പറയും ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന് ധ്യാനായിരിക്കും പറയുക കേട്ടോ. ഈ സമയം നമ്മൾ അനാർക്കലി പറയും അടിപൊളി ആയിട്ടുണ്ടല്ലോ, എന്താണ് മോൻ്റെ പേരെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ രഞ്ജു ആണെങ്കിലും പറയുന്നുണ്ട് നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെ കാണണ്ട എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണം ഇന്ന് തന്നെ കഴിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് കേട്ടോ. എപ്പോഴാണ് കല്യാണം എന്ന് അനാർക്കലി ചോദിക്കുമ്പോൾ രഞ്ജു പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. ആ സമയം ധ്യാൻ പറയുകയാണ് ഇല്ല ഇന്നല്ല ഇന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രഞ്ജുവിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുകയാണ് അതെന്താണ് ഇന്ന് നടക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാവുകയാണ്. ആ സമയം അനാർക്കലി പറയും ധ്യാനിൻ്റെ അടുത്ത് എന്താ മോനെ ഇവളെ കല്യാണം കഴിക്കാൻ നിനക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വാക്കുണ്ടല്ലോ തേപ്പാണോ നീ ഉദ്ദേശിക്കണം എന്നിങ്ങനെ രഞ്ജുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ധ്യാനിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ധ്യാനാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ അസുഖത്തെപ്പറ്റി ഇവരെങ്ങനെ അറിയിക്കുമോ, അറിഞ്ഞാൽ ശരിയാവില്ല, ഈ കല്യാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മൊത്തം ട്വിസ്റ്റുകളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഗീതാ ഗോവിന്ദ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അല്ലേ, ആ ഒരു ബോഡി അവിടെ എങ്ങനെ വന്നു, അതുപോലെ തന്നെ ഭദ്രൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകൾ ഇനി കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഇനിയുള്ള ഓരോ എപ്പിസോഡുകളും വളരെ ത്രില്ലിങ്ങും അതുപോലെ തന്നെ ട്വിസ്റ്റും നിറഞ്ഞതായിരിക്കും. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.